അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാസിൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഒമാനിലെ ആദ്യ മുസ്ലിമും മതപ്രബോധനത്തിന് നേതൃത്വം നൽകിയ സ്വഹാബിയുമാണ് മാസിൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീനി ചൈതന്യം പുൽകാൻ മഹാനവർക്ക് ഭാഗ്യം ലഭിച്ചു. മാസിൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരയെത്തി ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു വന്നതോടെയാണ് ഒമാനിൽ ഇസ്ലാം എത്തുന്നത്. മാസിൻ ബിൻ ഗളൂബ ബിൻ സുബൈഅ ബിൻ ഷിമാസ് അൽ സഅദി അത്വാഇ റളിയല്ലാഹു അൻഹു എന്നാണ് മുഴുവൻ പേര്. ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിലെ സമാഇലിൽ ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. മാസിൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് വിഗ്രഹത്തിന് സേവ ചെയ്യുന്ന ആളായിരുന്നു. ഒരിക്കൽ വിഗ്രഹത്തിന് ബലിയർപ്പിക്കുമ്പോൾ വിഗ്രഹം വെച്ച ഭാഗത്തു നിന്നും ഇങ്ങനെ വിളിച്ചു പറയുന്നതായി കേൾക്കാനിടയായി: മാസിൻ, നീ ശ്രദ്ധിച്ചു കേൾക്കുക. നന്മ വെളിവായിട്ടുണ്ട്, തിന്മ മൂടിപ്പോയിട്ടുണ്ട്. മുദർ ഗോത്രത്തിൽ നിന്ന് ഒരു നബി അള്ളാഹുവിന്റെ ദീനുമായി വന്നിട്ടുണ്ട്. ഇത് കേട്ട് മാസിൻ റളിയല്ലാഹു അൻഹു പരിഭ്രാന്തനായി. അങ്ങനെ ആ ഇജാസിൽ നിന്ന് ഒരു വ്യാപാരി ഒമാനിലേക്ക് വന്നു. സമായിലെത്തിയ അദ്ദേഹം മാസിൻ തങ്ങളെ കണ്ടുമുട്ടി. അങ്ങനെ അവരുടെ സംസാരത്തിനിടെ മാസിൻ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ നാട്ടിലെ വിവരങ്ങൾ? ആ വന്ന അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്നൊരാൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു, ആകാശഭൂമിയേക്കാൾ വിശാലമുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഈ വാക്കുകൾ മാസിൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇടം പിടിച്ചു. മാസിൻ തങ്ങൾ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാനും കേട്ടത്. ഉടനെ തന്നെ താൻ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ തകർക്കുകയും മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു നൽകി. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അത്രയും കാലം ബഹുദൈവ നാമങ്ങൾ ഉരുവിട്ടിരുന്ന ആ അധരങ്ങൾ ഷഹാദത്ത് കലിമ ഏറ്റുചൊല്ലി. മാസിൻ തങ്ങൾ മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റിയ ആ സുവർണ അവസരം അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തി. ഒമാനിലെ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തു: അല്ലാഹുവേ, ഒമാനുകാർക്ക് നീ സത്യമാർഗം കാണിച്ചു കൊടുക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യണമേ. വീണ്ടും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ ഇങ്ങനെയും പറഞ്ഞു: ഞങ്ങളുടെ ചുറ്റുഭാഗത്തും കടലാണ്. ഞങ്ങളുടെ യാത്രയുടെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു: അല്ലാഹുവേ, ഒമാനുകാർക്ക് നീ ഭക്ഷണ വിശാലതയും കടലിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളും നൽകണമേ. പുറത്തു നിന്നുള്ള ഒരു ശത്രുവിനെ അവർക്ക് മേൽ നീ അധികാരപ്പെടുത്തല്ലേ. മനപ്രയാസം നീങ്ങിക്കിട്ടാനും ജാഹിലിയ്യ കാലത്ത് പതിവാക്കിയിരുന്ന കാര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ദുആ ചെയ്യാൻ മാസിൻ തങ്ങൾ പിന്നീട് ആവശ്യപ്പെട്ടു. ചെണ്ടമുട്ടലും സ്ത്രീകളും മദ്യപാനവുമെല്ലാമായി അഭിരമിച്ചിരുന്നവനായിരുന്നു ഞാൻ. എന്റെ കൂടുതൽ സമ്പത്തും ചെലവഴിച്ചത് ഈ വിനോദങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് സന്താനങ്ങളില്ല. കൺകുളിർമയുള്ള സന്താനത്തെ ലഭിക്കുവാനും ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഇങ്ങനെ ദുആ ചെയ്തു: അല്ലാഹുവേ, ചെണ്ടമുട്ടിന് പകരം ഖുർആൻ പാരായണവും ഹറാമിന് പകരം ഹലാലിനെയും അന്യ സ്ത്രീകളോട് അടുക്കാത്ത വിധം ലൈംഗിക ശുദ്ധിയും കള്ളിന് പകരം സുഗന്ധത്തെയും കൺകുളിർമയുള്ള സന്താനങ്ങളെ നൽകണമേ. തുടർന്ന് മാസിൻ തങ്ങൾ ഒമാനിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഒമാനിൽ തിരിച്ചെത്തിയ മാസിൻ തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകി. നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഒമാൻ എന്ന രാജ്യത്ത് ഇസ്ലാം പടർന്ന് പന്തലിച്ചു. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങി. സാമ്പത്തികമായും സാമൂഹികമായുമുള്ള അഭിവൃദ്ധി ആ രാജ്യത്തിനുണ്ടായി. മാസിൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു. മാസിൻ തങ്ങൾ 4 വിവാഹം കഴിച്ചു. ഹയ്യാൻ ഇബ്നു മാസിൻ എന്ന ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. അങ്ങനെ മദീനയിൽ നിന്ന്
തിരിച്ചെത്തിയ മാസിൻ റളിയല്ലാഹു അൻഹു സീബിൽ നിന്ന് നിസ്വയിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ നാടായ സമായിലിൽ പള്ളി നിർമ്മിച്ചു. മസ്ജിദ് മാസിൻ എന്നും മസ്ജിദുൽ മിദ്റാർ എന്നും ആ പള്ളിയെ അറിയപ്പെടുന്നു. മാസിൻ തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണിത്. ഒമാനിലെ ആദ്യ പള്ളിയും അത് തന്നെ. ഹിജ്റ 6-ാം വർഷം നിർമ്മിച്ച ഈ പള്ളി പിന്നീട് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് പുതുക്കി പണിയുകയും 2017 മെയ് 27 ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സ്വദേശികളും വിദേശികളും ധാരാളമായി സിയാറത്ത് ചെയ്യുന്ന മസ്കത്തിലെ വളരെ പ്രധാനപ്പെട്ട മക്ബറയാണ് മാസിൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. മലയാളികളടക്കം നിരവധി ആളുകൾ ആവശ്യ സഫലീകരണത്തിനും ആത്മീയ നിർവൃതിക്കും വേണ്ടി ഇവിടെ എത്തുന്നു. മാസിൻ തങ്ങളുടെ കബീലയായ സഅദി കബീലയിൽപ്പെട്ടവർ സമായിലിൽ ഇന്നും. ലേഖനം ജാബിർ ജലാലി. അവതരണം റംഷാദ് കൈമലശ്ശേരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.